100 പേർ കേൾക്കുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ സഭ എപ്പോഴും വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടിലും വാക്ക് സഹരക്ഷക തന്നെയാണ്, പക്ഷേ വലിയ വ്യത്യാസങ്ങളുണ്ട്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ 7 പ്രാവശ്യം ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു രേഖയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്ന അപേക്ഷകൾക്ക് ഒരു മറുപടിയാണ് ഇത്. പരിശുദ്ധ അമ്മയിൽ ഓരോ വിശ്വാസിയും തട്ടി നിൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിച്ചിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു രേഖ മാത്രമാണ് മാത്തർ പോപ്പുളി ഫിദലിസ്. മറിയം നമ്മെപ്പോലെ സാധാരണ ഒരു വ്യക്തിയാണ് എന്ന് പ്രഖ്യാപിക്കുകയോ ഒരിക്കലും ഈ ഒരു രേഖയിലൂടെ വത്തിക്കാൻ ചെയ്തിട്ടില്ല എന്ന് അടിവരയിട്ട് നാം ഓരോരുത്തരും വിശ്വസിക്കണം. നീ വിശ്വാസിയാണെങ്കിൽ നിന്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ആ വാക്കിനും അപ്പുറം വേറൊന്നില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്. ആ അമ്മയെ നെഞ്ചോട് ചേർത്ത് നിർത്തി അമ്മയുടെ കരം ഗ്രഹിച്ച് അമ്മയെയും കൂട്ടി ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുതന്നെയാണ് അമ്മ ആഗ്രഹിക്കുന്നത്, അതുതന്നെയാണ് സഭ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഒരുപാട് വ്യക്തിപരമായ ഫോൺ കോളുകളും മെസ്സേജുകളും ഇതുമായിട്ട് വന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാനായിട്ട്, ഇതിനെപ്പറ്റി ഒരു വിശദീകരണവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാം. പ്രിയമുള്ളവരെ, ഈ രേഖയിലൂടെ വിശ്വാസികൾക്ക് സഭ നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് സഹരക്ഷക, മധ്യസ്ഥ. ഈ 2 ശീർഷകങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർത്ത് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഈ 2 ശീർഷകങ്ങൾ, അതായത് സഹരക്ഷക, മധ്യസ്ഥ, ഇവ രണ്ടും തെറ്റാണ് എന്ന് രേഖയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് വിശ്വാസികൾ ഒന്ന് മാറി നിൽക്കണം എന്നാണ്. എന്തുകൊണ്ട് സഭ ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറയാനുള്ള കാരണം ഇത്രമാത്രമേ ഉള്ളൂ. അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള 2 വിശേഷണങ്ങളാണ്. സഹരക്ഷക സ്വാഭാവികമാണ്. കോ റിഡംപ്റ്ററിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് രക്ഷകയല്ല എന്നത് സ്വാഭാവികമായിട്ടും തിരിച്ചറിയാനായിട്ട് ഓരോരുത്തർക്കും പറ്റും. എങ്കിലും തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ 100 പേർ കേൾക്കുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ സഭ എപ്പോഴും വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മറിയം സഹരക്ഷകയായി നമ്മളുടെ കൂടെ ഇല്ലാതാകുന്നില്ല. മറിച്ച് ആ വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം അത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്.